ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMthing. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിലെ ആർക്സ് ആൻഡ് ആംഗിൾസ് എന്ന ഭാഗമാണ് പഠിക്കുന്നത്. 3 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. നമ്മൾ കുറെ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ ചിത്രത്തില് ഇവിടെ നോക്കിക്കേ, ഇത് കേന്ദ്രമാണ്. ഇത് രണ്ടും ആർക്ക്, ഈ ഒരു പോർഷൻ ആർക്കാണ്. ഈ ആർക്കിന്റെ ചാപത്തിന്റെ അഗ്രങ്ങൾ കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചുണ്ടാകുന്ന കോണാണ് കേന്ദ്രകോൺ. അപ്പൊ ഈ കേന്ദ്രകോൺ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? വൃത്തത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ ഇരട്ടിയാണ് കേന്ദ്രകോൺ, അല്ലെങ്കിൽ കേന്ദ്രകോണിന്റെ പകുതിയാണ് വൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ. നമുക്കത് നോക്കാം. ഇവിടെ നോക്കിയേ, കേന്ദ്രം 3 പേര് കൊടുക്കാം. ഈ നീളവും ഇത് രണ്ടും ആരങ്ങളാണല്ലേ, ആരങ്ങള് തുല്യമാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമായിട്ട് വരും. അപ്പൊ അവയുടെ എതിർകോണുകള് തുല്യമായിരിക്കും. ഞാനിവിടെ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ ഇതിപ്പോ എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ടാണ് വരുന്നത് അല്ലെ. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് തൊട്ടടുത്തല്ലാത്ത മറ്റ് 2 കോണുകളുടെയും തുകയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ എക്സ്. അപ്പം ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് എക്സ് 2x. ഇവിടെ 2x എന്ന് കിട്ടും. അപ്പം സെൻട്രൽ ആംഗിള് വൃത്തത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് വൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ. ആംഗിൾ ഓൺ ദ സർക്കിൾ, സർക്കിൾ ഉണ്ടാകുന്ന കോൺ എത്ര? എക്സ്. സെൻട്രൽ ആംഗിൾ ഇത് കിട്ടിയത് 2x. ഇവിടെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തെളിയിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തില് നോക്കിക്കേ, ഇവിടെ നമുക്ക് ചെറിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്താറുണ്ട്. OB ജോയിൻ ചെയ്യുക, AC ജോയിൻ ചെയ്യുക. OB റേഡിയസ് ആണ്, OAയും റേഡിയസ് ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ OABയില് ഈ 2 കോണുകളും തുല്യമാണ്, സമപാർശ്വ ത്രികോണം. അപ്പൊ ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് എന്ന് എടുക്കുക. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. അപ്പൊ ഈ കോൺ എത്രയായിരിക്കും? 180 മൈനസ് 2x. അതുപോലെ OBയും OCയും റേഡിയസ് തുല്യമാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. OBC എന്നത് സമപാർശ്വ ത്രികോണമാണ്. ഈ 2 കോണുകളും തുല്യമായിരിക്കും, ബേസ് കോണുകൾ. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെയും y. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഈ കോൺ മാത്രം 180 മൈനസ് 2y എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ ABC എത്ര? ഇത് മൊത്തം y, ഇവിടം വരെ x ആണെങ്കിൽ ഇത് y മൈനസ് x. ആംഗിൾ ABC ഈക്വൽസ് y മൈനസ് x. ഇനി ആംഗിൾ AOC നോക്കിക്കേ. ആംഗിൾ AOC ഈക്വൽസ് ഇത് മൊത്തം 180 മൈനസ് 2x. അതിൽ നിന്ന് 180 മൈനസ് 2y കുറയ്ക്കണം. 180 മൈനസ് 2xൽ നിന്ന് 180 മൈനസ് 2y കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 180 മൈനസ് 2x ഓപ്പൺ ദ ബ്രാക്കറ്റ് മൈനസ് 180 മൈനസ് മൈനസ് പ്ലസ് 2y. രണ്ടും കട്ട് ചെയ്ത് പോവും. നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x പ്ലസ് 2y. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2x പ്ലസ് 2y. 2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടാമത് കൊണ്ടുപോവുക, y മൈനസ് x. ശരിയല്ലേ? അപ്പം 2 ടൈംസ് ആംഗിൾ y മൈനസ് x ഈസ് ABC. 2 ഇൻറ്റു ആംഗിൾ ABC. ആംഗിൾ AOC ഈക്വൽസ് 2 ടൈംസ് ആംഗിൾ ABC. അതായത് വൃത്തത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് ഇവിടെ, അല്ലെങ്കിൽ തിരിച്ചു എഴുതാമല്ലോ. ആംഗിൾ ABC ഈക്വൽസ് ഹാഫ് ആംഗിൾ AOC. കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രത്തില്
മൂന്നാമത്തെ ചിത്രത്തില് ഇവിടെ ഞാൻ കൺസ്ട്രക്ഷൻ വരയ്ക്കുകയാണ്. ഓയും സിയും ജോയിൻ ചെയ്ത്. അപ്പോഴിതെല്ലാം റേഡിയസ് അല്ലേ? ഒ എ റേഡിയസ്, ഒ സി റേഡിയസ്, ഒ ബി റേഡിയസ്. ഇത് രണ്ട് സമപാർശ്വ ത്രികോണങ്ങളായിട്ട് വരും. സമപാർശ്വ ത്രികോണങ്ങൾ അവിടെ പാദകോണുകൾ തുല്യമായിരിക്കും. ഇവിടെ എക്സ്, ഇവിടെ എക്സ്. അപ്പോഴ് ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കൂടി നടത്തുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ആംഗിള് എന്തായിട്ട് വരും? ഒ സി എ എന്ന ത്രികോണത്തിന്റെ എന്താണ് എക്സ്റ്റർ ആംഗിൾ വരും. എക്സ്റ്റർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ എക്സ് പ്ലസ് എക്സ് ഇവിടെ എത്രയായിട്ട് വരും? 2x എന്ന് വരും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ചിത്രത്തിൽ നമുക്ക് ഇവിടെ y കൊടുക്കാം, ഇവിടെയും y. എന്താണ്? ഈ വശങ്ങൾ തുല്യമായോണ്ട് അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോഴേ എക്സ്റ്റർ ആംഗിൾ എത്ര വരും? 2y എന്ന് വരും. ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ആംഗിൾ എ സി ബി എത്ര? ഇൻ തേർഡ് ഫിഗർ ആംഗിൾ എ സി ബി ഈക്വൽസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ആംഗിൾ എക്സ് പ്ലസ് വൈ. ഓക്കെ, ആംഗിൾ എ സി ബി ഈക്വൽസ് എക്സ് പ്ലസ് വൈ. ഈ വലിയ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത്. ഓക്കെ, വലിയതാ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. വലിയ ആർക്ക്, മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. അപ്പൊ മൈനർ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിള് എവിടെയും, മേജർ ആർക്കിൽ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എവിടെയും. നോക്കിക്കേ, ഷേപ്പ് നോക്കിയേ, റാ പോലെ ഇരിക്കുന്നു. ഇവിടെ റാ പോലെ, ഇവിടെ വള്ളം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ കോൺ എവിടെ വരും? മുകളിൽ വരും, വള്ളം പോലെ വരും അല്ലേ? ഇപ്പൊ ഇങ്ങനെ യോജിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോഴ് എന്ത് കിട്ടി? ആംഗിൾ എ സി ബി ഈക്വൽസ് എക്സ് പ്ലസ് വൈ. ആംഗിൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക്, ബിഗർ ആർക്ക് എ ബി ഈസ് 2x plus 12. അത് ബിഗർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ 2x plus 2. മനസ്സിലായോ? ഞാന് വേറൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈ ചിത്രം നോക്കിക്കേ. സർക്കിളിനെ രണ്ട് പകുതികളായിട്ട്, തുല്യ പകുതികളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. 2 equal halves. Each is a semicircle. ഓരോന്നും അർദ്ധവൃത്തങ്ങളാണ്, വൃത്തത്തിന്റെ പകുതി. ഇത് ഡയമീറ്റർ ആണ്. അപ്പം ഒരു വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി അളവ് എന്ന് പറയാൻ 360, പകുതിയാക്കുമ്പോൾ 180. ഇപ്പൊ മുകളിലും 180. ഇനി ഞാൻ ഈ ചാപത്തിന്റെ അഗ്രങ്ങള് ഇവിടെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുകയാണ്. ചാപത്തിന്റെ അഗ്രങ്ങള് വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചു. അപ്പോഴ് കൂടാതെ ഇതാണ് കേന്ദ്രം. കേന്ദ്രത്തിലോട്ട് ഞാൻ ഒരു നിർമ്മിതി വരച്ചു. നോക്കിക്കേ, കേന്ദ്രത്തിലോട്ട് ഞാൻ വരച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇത് ആരമാണ്, ഇതും ആരമാണ് അല്ലേ? ഇതും ആരമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സമപാർശ്വ ത്രികോണങ്ങള് കിട്ടി. സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? ഈ രണ്ട് വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, ഇവിടെയും എക്സ് എന്ന്. മറ്റേ ചിത്രത്തിൽ, അതായത് മറ്റേ ത്രികോണത്തിൽ, ഇപ്പുറത്തെ ത്രികോണത്തിലും അതുപോലെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ വൈയും ഇവിടെയും വൈ. നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ്? പേര് കൊടുക്കാം. ഒ എ ബി സി. എ സി ബി എത്ര? അതായത് അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഞാൻ ഇങ്ങോട്ട് നീട്ടുവാണ്. അപ്പൊ ഇതെന്തായിട്ട് വരും? എക്സ്റ്റീരിയർ ആംഗിൾ, എക്സ്ട്രാ ആംഗിൾ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കുക. എക്സ്റ്റീരിയർ, അതായത് ബാഹ്യകോൺ. ഒരു ബാഹ്യകോണിന്റെ അളവെന്ന് പറയുന്നത്
ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ഈ രണ്ട് കോണുകളുടെയും തുകയ്ക്ക് തുല്യം. അപ്പൊ 2x എന്ന് കിട്ടും. അതുപോലെ തന്നെ മറുവശത്തും y ഇവിടെ എന്താ കിട്ടും? 2y എന്ന് കിട്ടും. അപ്പൊ 2x + 2y. ഇവിടെ നോക്കിക്കേ, x + y. അപ്പൊ ഇവിടെ ഉള്ള റിലേഷൻ നോക്കിക്കേ, ഇതിന്റെ പകുതിയല്ലേ x + y. ആംഗിൾ ACB ഈക്വൽസ് x + y. ഇനി നമുക്ക് x + y എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് സം ഓഫ് 3 angles of a triangle is 180 degree. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. x + y equals 180. 2x + 2y equals 180. അപ്പം രണ്ടുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പം x + y എത്ര കിട്ടും? 90 എന്ന് കിട്ടും. നമ്മുടെ ACB എത്രയാണ്? ഈ AOB 180 അല്ലേ? 2x + 2y is 180. ഇങ്ങനെയും ചെയ്യാം. അപ്പം ആംഗിൾ ACB equals 90. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടും. എന്താണ് ആ പ്രോപ്പർട്ടി? ഇതെന്താണ്? AB എന്ന് പറയുന്ന ഡയമീറ്റർ. അപ്പോൾ ഇത് അർദ്ധവൃത്തമാണ് അല്ലേ? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ഇത് നമ്മൾ പഠിച്ചൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്, പുതിയൊരു പ്രോപ്പർട്ടിയാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഇതെല്ലാം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതായിരിക്കും. ഓക്കെ. പിന്നീട് നേരത്തെ ഞാനൊരു എക്സാമ്പിളിലൂടെ ഒരു കാര്യം അവതരിപ്പിക്കാന്ന് പറഞ്ഞു. അതിപ്പം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ചിത്രത്തെ ബേസ് ചെയ്ത് നമുക്ക് എല്ലാ കോണുകളും, ഒരു കോൺ തന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ കഴിയും. ഉദാഹരണം, ആംഗിൾ AOB 100 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് ACB എത്രയായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും, 50 അല്ലെ? ഇനി നമുക്ക് ADB കണ്ടുപിടിക്കണമെങ്കിലോ, നോക്കിയേ, വള്ളം പോലിരിക്കുന്നു. അപ്പൊ ഈ കോൺ എത്രയായിരിക്കും? വൃത്തത്തിന്റെ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അതായത് ഈ പോയിന്റ് ചുറ്റുമുള്ള ബിന്ദുക്കളുടെ തുക എന്ന് പറയുന്നത് 360. 360ൽ നിന്ന് 100 പോയാൽ എത്ര കിട്ടും? 260. അപ്പൊ മുകളില് 260 വരും. അപ്പൊ ഈ കോണെന്ന് പറയുന്നത് ഈ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും, 130. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരാന്നാണ്. ഈ കേന്ദ്രകോൺ, അതായത് ഈ ചെറിയ ചാപത്തിൽ ഉണ്ടാകുന്ന കേന്ദ്രകോണാണ് ഈ ഷേപ്പിൽ കാണുന്നത്. ബാക്കിയുള്ള ഭാഗത്ത്, അതായത് ഇത് മൈനർ ആർക്കാണ്, ചെറിയ ആർക്ക്. ഏതൊട്ടുതാ പോകുന്ന ഈ വലിയ ആർക്ക്, ACB എന്ന വലിയ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഈ മുകളിൽ കാണുന്ന AOB. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആംഗിൾ വരയ്ക്കുന്ന ഷേപ്പ് നോക്കിയാൽ മതി. നോക്കിക്കേ, ഇങ്ങനെ ചെറിയ കോൺ, ചെറിയ ആർക്ക്, കോണല്ല, ചെറിയ ചാപ, ചെറിയ ചാപത്തിൽ ഉണ്ടാകുന്ന കേന്ദ്രകോൺ. വലിയ ചാപ, കേന്ദ്രകോൺ, ചെറിയ ചാപത്തിൽ ഉണ്ടാകുന്ന എന്താണ്? വൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ. ഇത് വലിയ ചാപത്തിന്റെ കേന്ദ്രകോൺ 260. അത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് ദാണ്ടെ അതിന്റെ അഗ്രങ്ങൾ, ദാണ്ടെ വലിയ ചാപത്തിന്റെ അഗ്രങ്ങള് ഈ ചെറിയ ചാപത്തില് യോജിപ്പിച്ചുണ്ടാകുന്ന കോൺ, അതിന്റെ പകുതിയായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ആ ഷേപ്പ് നോക്കിയാൽ മതി. മുകളില് താഴെ. മനസ്സിലായോ എന്നൊക്കെ? ഇതൊരു ടിപ്പാണ്. അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു ടിപ്പാണ് പറഞ്ഞത്. ഇവിടെ 100 ആണെങ്കിൽ ആ ഷേപ്പ് നോക്കിയാൽ ഞാൻ ഇങ്ങനെയല്ലേ വരച്ച. അപ്പൊ മുകളിലെ കോൺ ഇങ്ങനെ. ഇവിടെ നോക്കിക്കേ, ഞാൻ റാ പോലെ വരച്ച്. അപ്പൊ ആംഗിൾ ഇവിടെ റാ. അപ്പം 260ന്റെ പകുതി 130. 130 50 കൂട്ടിയാൽ 180. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതിവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും നേരം പഠിപ്പിച്ച കൺസെപ്റ്റുകളും പ്രോപ്പർട്ടി എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള കൺസെപ്റ്റും പ്രോപ്പർട്ടീസും എക്സസൈസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ. ടിൽ ദെൻ, ഓക്കെ, ബൈ.